അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കിൽ സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്ത് ലയൺസ് ക്ലബ്ബ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ തിരൂർ ലയൺസ് ക്ലബ്ബ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ട്രാൻസ്ജെൻഡർ ക്ലിനിക്കിൽ ആദ്യഘട്ട വൈദ്യപരിശോധനയ്ക്കെത്തിയ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സൗജന്യമായി ഹോർമോൺ മരുന്നുകൾ നൽകി. എല്ലാ മാസത്തിലെയും 3-ാമത്തെ ബുധനാഴ്ചകളിലാണ് ഈ ക്ലിനിക്കിൽ സൗജന്യ പരിശോധന നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ക്യാമ്പിലേക്കുള്ള മരുന്നുകളാണ് തിരൂർ ലയൺസ് ക്ലബ്ബ് പൂർണ്ണമായും സ്പോൺസർ ചെയ്യുന്നത്. ചടങ്ങിൽ വെച്ച് ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളിലും പ്രതിസന്ധികളിലും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം മോനിഷ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ PK അസ്ലുവിന് നിവേദനം നൽകി. ഭാവിയിൽ ഇവർക്ക് ആവശ്യമായ ഹോർമോൺ മരുന്നുകൾ ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയതായി അദ്ദേഹം അറിയിച്ചു. നമ്മൾ തിരൂര് ജില്ലാ ഹോസ്പിറ്റലില് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്ലിനിക്ക് ഇവിടെ കഴിഞ്ഞൊരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അവരുമായി സംയുക്തമായിട്ടാണ് അങ്ങനെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ട മരുന്നുകളുടെ ഒരു വിതരണമാണ്, അതും ലയൺസ് ക്ലബ്ബ് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ മരുന്ന് വിതരണം ചെയ്ത് ഇവിടെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളൊരു സംവിധാനമാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബൊക്കെ കൈകോർത്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇങ്ങനെ പരിപാടി നടത്തിയതിൽ സന്തോഷമുണ്ട്. ഏതായാലും ഇതുമായി ഇനിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. വിതരണം ഉണ്ടാവും. ഇനി ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് നമ്മൾ ആലോചിച്ച് അതിന് വേണ്ട പദ്ധതികൾ വരെ ആവിഷ്കരിക്കാനുള്ള പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സർവീസ് സംഘടനയായ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വൈവിധ്യമുള്ളൊരു സർവീസ് പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് ലയൺസ് ക്ലബ്ബ് തിരൂരിനും ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മളെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് വളരെ മാധ്യമശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയ ഒരു വിഷയം തന്നെയായിരുന്നു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രിയും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബും സംയുക്തമായിട്ടാണ് ഈ ഒരു ക്ലിനിക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ആദ്യ മാസത്തെ മരുന്ന് എന്താണ് ഹോർമോൺ മെഡിസിൻ വിതരണം ഇപ്പോൾ ലയൺസ് ക്ലബ്ബ് ക്ലിനിക്കിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്ലു സാറുണ്ട്. അപ്പോൾ അസ്ലു സാറിൻ്റെയും ജില്ലാ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളുടെയും സപ്പോർട്ടുകൾ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും കൂടി ആലോചിച്ചുകൊണ്ട് ഇനി ക്ലിനിക്കിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തും അതുകൂടാതെ തന്നെ സാമൂഹ്യനീതി വകുപ്പും ഏറ്റെടുത്ത് നടത്താമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. കാരണം വളരെയധികം അരികുവൽക്കരിക്കപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, കാരണം ഏറ്റവും അടിയന്തരമായിട്ട് ട്രാൻസ് വിഭാഗത്തിന് ആവശ്യമുള്ള ഒരു ക്ലിനിക്കാണ്. നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റ് സേവനങ്ങൾ, ഹോർമോൺ മരുന്നുകൾ, അതുകൂടാതെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഫിസിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനങ്ങൾ, ഇതൊക്കെ ഈ ക്ലിനിക്കിൽ ലഭ്യമാണ്. വരും ദിനങ്ങളിൽ ഇതൊരു ചരിത്രമായിക്കൊണ്ട് തന്നെ മലബാർ ഏരിയയിൽ ലയൺസ് ക്ലബ്ബൊക്കെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. അത് തുടർന്നും അതുപോലെ ഉണ്ടാകുന്നുള്ള ഒരു വളരെ സന്തോഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടലും വളരെ വ്യക്തമായിട്ടുണ്ട്. വിപണിയിൽ വൻ തുക വിലമതിക്കുന്നതും ദീർഘകാലം തുടർച്ചയായി കഴിക്കേണ്ടതുമായ ഇത്തരം മരുന്നുകൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കൃത്യമായി വാങ്ങാൻ ഇവർക്ക് സാധിക്കാറില്ല. മരുന്നുകൾ മുടങ്ങുന്നത് മൂലമുള്ള രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന തങ്ങൾക്ക് ലയൺസ് ക്ലബിന്റെ ഈ ആശ്വാസകരമായ ഇടപെടൽ വലിയ തുണയാണെന്ന് ട്രാൻസ്ജെൻഡർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നേഹ ചെമ്പകശ്ശേരി വ്യക്തമാക്കി. തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷൈജു ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK അസ്ലു മുഖ്യാതിഥിയായിരുന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിൽ ആവശ്യമായ മരുന്നുകൾ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. ലയൺസ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP റഹ്മാൻ, സർവീസ് കോർഡിനേറ്റർ ശുഭ ദിവാകരൻ എന്നിവർ ആശംസകൾ നേർന്നു. ലയൺസ് ക്ലബ് ഭാരവാഹികളായ സെക്രട്ടറി ബഷീർ മുല്ലശ്ശേരി, CP ഹസൻ, ഹൈഡ്രോസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്
പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.